കഥ തുടരുന്നു. നീ എന്താ സ്വപ്നം കാണുകയാണോ? അച്ഛൻ്റെ ചോദ്യം അവളെ ഗതകാല ചിന്തകളിൽ നിന്നും തിരികെ വിളിച്ചു. എന്താ ശാരദ നിന്റെ സൽപുത്രനെ കാട്ടിയത്? അതൊരു തുണിത്തരമല്ലേ? ഇങ്ങനെ എടുത്തെറിയാമോ? നോക്ക്, ചെളി വെള്ളത്തിൽ പുതഞ്ഞു കിടക്കുന്നത്. എൻ്റെ സ്നേഹവും കരുതലും സ്വപ്നങ്ങളും എല്ലാം ചെളിയിൽ പുതഞ്ഞു പോയില്ലേ? പിന്നെയാണോ ഈ സാരി എന്ന് മനസ്സിലോർത്തതേയുള്ളൂ. പക്ഷേ ചോദിച്ചത് മറ്റൊന്നാണ്. നമ്മുടെ ദാരിദ്ര്യത്തെ അവർ ആക്ഷേപിക്കുകയല്ലായിരുന്നു അച്ഛാ. അത് സ്വീകരിച്ചാൽ പിന്നെ ഞാൻ ആരായി? കുട്ടൻ ചെയ്തതാണ് ശരി. ഞാനത് തൊടാൻ പോലും പാടില്ലായിരുന്നു. എൻ്റെ ഒരു നിമിഷത്തെ ബലഹീനത. അവൾ സ്വയം പ്രവൃത്തിയെ അപലപിച്ചു. ഓർക്കപ്പുറത്ത് പെട്ടെന്ന് കയറി വന്ന കുട്ടനെ കണ്ടപ്പോഴാണ് അടുക്കളയിൽ ചോറിന് കറികളൊന്നും വച്ചുണ്ടാക്കിയിട്ടില്ലല്ലോ എന്നോർത്തത്. ഓ, അല്ലെങ്കിൽ ഇവിടെ എന്തിരിക്കുന്നു ഉണ്ടാക്കാൻ മാത്രം. അമ്മേ, ചോറ് വിളമ്പ്, വന്ന പാടെ അവൻ ആവശ്യപ്പെട്ടു. കുട്ട, ചോറ് ഇരിപ്പുണ്ട്, കൂട്ടാനൊന്നുമില്ല, മുളകരച്ച് തരട്ടെ? കേട്ടത് പാതി അടുക്കളയിലേക്ക് ഒരു പാച്ചിലായിരുന്നവൻ. ചോറ് കലത്തോടെ പൊക്കിയെടുത്ത് പുറത്തേക്ക് ഒരേറായിരുന്നു. പിന്നെ നീ ആരോടെ ഇത് ഏഷ്യം കാട്ടണേ? ശാരദ കോപം കൊണ്ട് വിറച്ചു. എല്ലാത്തിനോടും, നിങ്ങളോടെല്ലാം. അവൻ വിട്ടില്ല. എന്തിനാ? അത് ഞാൻ പറയണോ? വിസ്തരിക്കാനിപ്പോൾ മനസ്സില്ല. ലോകത്തോടാകെയും തന്നോട് തന്നെയുമുള്ള വെറുപ്പ് ആ വാക്കുകളിൽ ഒളിഞ്ഞിരുന്നു. മടുത്തു, എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി, അവൻ പിറുപിറുത്തു. നിന്റെ പരീക്ഷ എടുത്തു വരുന്നു. ഒരു ഡിഗ്രിയെങ്കിലും വേണമെങ്കിൽ ഈ ഒരു കടമ്പ കടക്കാതെ പറ്റുമോ? ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നാൽ തോറ്റു പോവില്ലടാ നീ. തോൽക്കട്ടെ, തോൽക്കും, അവൻ ചൂടായി തന്നെ പ്രതികരിച്ചു. ഉഴപ്പി ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ തോറ്റു. ഇപ്പോൾ തന്നെ നിനക്ക് വയസ്സ് എത്രയായെന്നറിയാമോ? അതിനെന്താ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഉടനെ ഒരു പാസ്പോർട്ട് എടുക്കാമല്ലോ. പാസ്പോർട്ടോ? അതെന്തിനാ? നീ അതിനെങ്ങോട്ട് പോകുന്നു? പുറത്തേക്ക് പോകാനല്ലാതെ പിന്നെ എന്തിനാ പാസ്പോർട്ട്? കുട്ടൻ്റെ മറുപടി കേട്ട് ശാരദ വിശ്വാസം വരാതെ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് ഗൾഫിൽ പോകണം. അത് മനസ്സിലാക്കിയിട്ടെന്നോണം അവൻ പ്രതിവചിച്ചു. പഠിത്തം പൂർത്തിയാകാതെയോ? ശാരദയ്ക്കതായിരുന്നു സംശയം. ഒരാളെ കൊല്ലാനുള്ള പഠിത്തമൊക്കെയുണ്ട്, അത് മതി. അത് പറയുമ്പോൾ കുട്ടൻ്റെ മുഖത്തൊരു നിശ്ചയദാർഢ്യം സ്ഫുരിച്ചിരുന്നു. ശാരദ ഭയന്നു പോയി. അവൾ പിന്നോക്കമൊന്നും വേച്ചു. നില തെറ്റിയ പോലെ. അവൾക്കെല്ലാം മനസ്സിലായി. ഇനിയൊന്നും പറഞ്ഞ് അവനെ പ്രകോപിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു. എനിക്ക് വിശക്കുന്നുണ്ട്. ശാരദ മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അവളെ ചൊടിപ്പിക്കാൻ തന്നെ അവൻ പറഞ്ഞു. പോയി ആ തൊടിയിൽ നിന്ന് പെറുക്കി തിന്നോ. പാവ അച്ഛന് ഞാൻ ഇനി എന്തു കൊടുക്കുമെന്ന് നീ ആലോചിച്ചോടാ, സാമദ്രോഹി. ശാരദയ്ക്ക് കലിയടങ്ങിയിരുന്നില്ല. അവൾക്ക് ദേഷ്യവും സങ്കടവും ഒപ്പം വന്നു. കുറേ നേരം അമ്മയെ ക്രുദ്ധനായി നോക്കി നിന്നിട്ട് കുട്ടൻ ഇടവഴിയിലേക്ക് ഇറങ്ങി നടന്നു. സത്യത്തിൽ ശാരദയ്ക്കപ്പോൾ മകനോട് സഹതാപമാണ് തോന്നിയത്. പാവം കുട്ടി. അവനോട് ദേഷ്യപ്പെടാണ്ടായിരുന്നു. ആവശ്യത്തിലധികം പരിഹാസ്യനാവുന്നുണ്ട് പുറത്തവൻ. അവൻ്റെ ഉള്ളിൽ നിറയെ പകയും പ്രതികാര ചിന്തയുമാണ്. എത്ര ഉപദേശിച്ചിട്ടും കാര്യമൊന്നുമില്ല. അതവൻ്റെ തലയിൽ കയറുകയുമില്ല. ശാരദേ, അവൻ എന്താ പറഞ്ഞിട്ട് പോയത്? അച്ഛൻ വേച്ച് തിണ്ണയിലേക്ക് വരുന്നത് കണ്ടു. അച്ഛൻ എന്താ വേണ്ടേ? അടക്കി വെച്ച ദേഷ്യമല്ല അച്ഛൻ്റെ നേർക്ക് തുറന്നു വെച്ചു. അല്ല, അവൻ എവിടെയോ പോവാണെന്നോ മറ്റോ. പോട്ടെ, എവിടെയും പോട്ടെ. ഈ നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. അവനെങ്കിലും സമാധാനം കിട്ടട്ടെ. അത് പറയുമ്പോഴും അവൻ്റെ യാത്ര സമാധാനം തേടിയോ അതോ അസമാധാനത്തിലേക്കോ ചെന്നെത്തുക എന്ന ഉത്കണ്ഠയായിരുന്നു. മാഷ് നീരസത്തോടെ തിരിഞ്ഞു നടന്നു. കലികാലം എന്ന് പിറുപിറുത്തുകൊണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിൽ കയറി ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. ആർക്കു വേണ്ടിയാണ്? അച്ഛന് ഇത്തിരി കഞ്ഞി വേണം. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 2 പപ്പടം ചുട്ടുകൊടുത്താലും അച്ഛൻ അത് കഴിച്ചുകൊള്ളും. പരീക്ഷയെടുത്തിട്ടും കുട്ടൻ എന്തെങ്കിലും പഠിക്കുന്നതായോ പുസ്തകം തുറന്ന് നോക്കുന്നതായോ ശാരദ കണ്ടില്ല. ചോദിക്കാൻ ചെന്നാൽ കലഹം ഉറപ്പാണ്. അതുകൊണ്ട് മിണ്ടാനോ പോയില്ല. ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ. ഓരോരുത്തർക്കും ദൈവം ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. അതനുഭവിച്ചേ തീരൂ. എന്നാലും മകനൊരു തികഞ്ഞ നിഷേധിയും താന്തോന്നിയുമായതിൽ വലിയ സങ്കടമുണ്ടായിരുന്നു ആ അമ്മയ്ക്ക്. ശാരദേ, അവനൊന്നും പഠിക്കുന്നില്ലല്ലോ. ജയിച്ചില്ലേൽ നാണക്കേടാ. മാഷ് മുന്നറിയിപ്പ് നൽകി. ശാരദയ്ക്ക് ചിരിയാണ് വന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിലുള്ളവരുണ്ടോ നാണക്കേട് അറിഞ്ഞിട്ടുള്ളൂ? നാണക്കേടേ. അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? രാത്രിയിൽ വളരെ ഇരുട്ടിയാണ് കുട്ടൻ വന്നത്. ആരും നന്നായി സൽക്കരിച്ച ലക്ഷണം കാണാനുണ്ടായിരുന്നു. കാലുകൾ തുറയ്ക്കുന്നില്ല. ഇവൻ മോശം കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ടിരിക്കുന്നു എന്ന് ശാരദ സംശയിച്ചു. അരുൺകുമാർ 4 കാലിലാണല്ലോ. ശാരദ വേദനയോടെ പരിഹസിച്ചു. വല്ലതുമുണ്ടോ ഇവിടെ കഴിക്കാൻ? കുഴയുന്ന ചോദ്യം അവളെ ചൊടിപ്പിച്ചു. പോയി തൊടിയിൽ തപ്പടാ എന്ന് പറയാൻ നാവ് ധരിച്ചതാണ്. മകൻ്റെ ക്രുദ്ധിച്ച ഭാവം കണ്ടപ്പോൾ കോപം ഉള്ളിലടക്കി. തള്ളേ, നിങ്ങളോടാ ചോദിച്ചത്, അവൻ ആവർത്തിച്ചു. നിനക്കിനി എന്തിനാ ആഹാരം? വയറു നിറച്ച് കയറ്റിട്ടുണ്ടല്ലോ. ആ, കയറ്റി. ഇനിയും ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ധിക്കാരം നിറഞ്ഞ മറുപടി. കുറേ കൂട്ടുകാരുണ്ട്, പിഴപ്പിക്കാൻ മാത്രമായി. ഓ, ഇവിടെ വേറെ ആരുമില്ല, പിഴച്ചവരായി. നീ ആരുടെ കാര്യമാണ് പറയുന്നത് അരുൺ? ശാരദയ്ക്ക് ദേഷ്യം പിടിച്ചു തുടങ്ങിയിരുന്നു. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. അമ്മയുടെ കോപം അവൻ തിരിച്ചറിഞ്ഞതും അവിടെ നിർത്തി സംസാരം.
കുട്ടൻ എന്തായാലും കൃത്യമായി പരീക്ഷയ്ക്ക് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നു. അത് കണ്ടപ്പോൾ അമ്മയ്ക്കും മുത്തച്ഛനും സമാധാനമായി. ജയിക്കുമോടാ? പരീക്ഷയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ അവനോട് ചോദിച്ചു. അത് മാർക്കിടുന്നവരറിയാം. അധിക പ്രസംഗി, നീ എഴുതിയതോ എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. തോറ്റാൽ എന്താ? ഇനി ഞാനെന്നാ പഠിക്കാനോ മറ്റോ പോകുന്നോ? പിന്നെന്താ നിൻ്റെ ഉദ്ദേശം? ഉദ്ദേശം പലതുണ്ട്. ഒരുത്തനെ തട്ടണം. അതിലാദ്യത്തേതും ഇത് തന്നെയാണ്. അരുൺ, ശാരദ വിഹ്വലതയോടെ വിളിച്ചു. വിളിക്കണ്ട, അവൻ കൈയെടുത്ത് വിലക്കി. അമ്മയെ ദ്രോഹിച്ചവനെ, എന്നെ പിഴച്ച വിത്തെന്നും തന്തയില്ലാത്തവനെന്നും മാലകരെ കൊണ്ട് പറയിപ്പിച്ചവനെ എനിക്കൊന്ന് കാണണം. കണ്ടിട്ടോ? കണ്ടാൽ ഞാൻ കുത്തിക്കീറും. എന്നിട്ടെന്താ, നിനക്കെന്നെ വഴിയാധാരമാക്കണമെന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ എന്താ, വഴിയാധാരമല്ലേ ആരും? എന്നെ നോക്കണ്ട, ഞാനൊരു പാഴ്ജന്മ. അത്രയും പറഞ്ഞിട്ട് പുറത്തേക്കൊരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞുപോയി. അവൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് തന്നെ ശാരദയ്ക്ക് തോന്നിപ്പോയി ആ പോക്ക് കണ്ടിട്ട്. തലയാകെ പെരുക്കുന്നു. 2 ദിവസം പിന്നെ വഴക്കും വയ്യാവേലിയുമായി കുട്ടൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഒരു കൂട്ടുകാരനെ കാണാൻ പോണു എന്ന് ആരോടോ വിളിച്ചു പറഞ്ഞിട്ട്, അത് മുത്തച്ഛനോടോ അമ്മയോടോ ആവാം, വീട്ടിൽ നിന്നിറങ്ങി. കൂട്ടുകാരനൊപ്പം ചേർന്ന് എന്തോ കൈത്തൊഴിൽ വശമാക്കണമെന്ന് എപ്പോഴോ കുട്ടൻ സൂചിപ്പിച്ചിരുന്നു. അവൻ അങ്ങനെ നാട് കടക്കണം. ഇവിടെ നിൽക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതേയില്ല. അമ്മയെയും വയസ്സായ മുത്തച്ഛനെയും പറ്റി ആലോചിക്കുന്നതേയില്ലല്ലോ എന്ന് ശാരദ വ്യസനിച്ചു. തുടർന്ന് പഠിക്കുന്ന കാര്യത്തിലും ഒരു താല്പര്യവും കാട്ടുന്നില്ല. സാധാരണ കൗമാരക്കാരിൽ കാണുന്ന പ്രേമം, പ്രണയം തുടങ്ങിയ ഹൃദയവികാരങ്ങളൊന്നും ഇവനെ സ്പർശിക്കുന്നതേയില്ല. അവൾ അതിശയം കൂറി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഈ പ്രായത്തിലുള്ള കുട്ടികൾ നാടുവിടാൻ വിമുഖത കാട്ടുക തന്നെ ചെയ്യും. അടുത്ത കാലത്തായി ദുഷിച്ച ചില കൂട്ടുകെട്ടുണ്ട്. അതിൽ നിന്ന് വിടുതൽ കിട്ടും ഇവിടെ വിട്ടാൽ. പക്ഷേ അവൻ്റെ ഈ പരുക്കൻ സ്വഭാവം എങ്ങനെ മാറും? മുഖത്തൊരു സന്തോഷം ഇന്നേ വരെ കണ്ടിട്ടില്ല. അതിലവനെ പഴിച്ചിട്ടും കാര്യമില്ല. അല്ലേ തന്നെ ഈ വീട്ടിൽ ആരുടെ മുഖത്തുണ്ട് സന്തോഷം? റിസൾട്ട് വന്നപ്പോൾ കുട്ടൻ കഷ്ടിച്ച് പാസ്സായിട്ടുണ്ട്. ഇനി അവൻ സ്വന്തം ഭാവി കരുപിടിപ്പിച്ചു കൊള്ളും. അങ്ങനെ സമാധാനിച്ചു ആ പെറ്റമ്മ. ഓടി നടന്ന് പാസ്പോർട്ട് സംഘടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. പക്ഷേ കുട്ടൻ 2-3 ദിവസത്തേക്ക് വീട്ടിലേക്ക് വന്നതേയില്ല. അതിനുവേണ്ട എല്ലാ രേഖകളും തയ്യാറാക്കി അപേക്ഷ സമർപ്പിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞാണ് ശാരദ അറിഞ്ഞത് കുട്ടൻ ഏതോ വർക്ക്ഷോപ്പിൽ പഠിക്കാൻ പോകുന്നുണ്ട് എന്ന്. വണ്ടിയുടെ മെക്കാനിസമാണ് വശമാക്കുന്നതെന്ന് രാധ പറഞ്ഞാണ് അറിഞ്ഞത്. അങ്ങേരുടെ വർക്ക്ഷോപ്പിലാണ് ശാരദയെ രവിയോട് പറഞ്ഞിട്ട് അവനാണ് കൊണ്ടുപോയി ആക്കിയത്. ഇതിനൊക്കെയുള്ള പണം എവിടുന്നാണെന്ന് അവൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഓർത്തു, വേണ്ട, വരട്ടെ, അവനോട് തന്നെ ചോദിക്കുന്നതാണ് ഉചിതം. ഒരു ദിവസം പുറത്തേക്കിറങ്ങാൻ ഭാവിക്കുന്ന കൊച്ചുമകനോട് മുത്തച്ഛൻ തന്നെ വിഷയം അവതരിപ്പിച്ചു. കുട്ടാ, നീ വർക്ക്ഷോപ്പിലേക്കല്ലേ? നിനക്ക് എവിടുന്ന ഇതിനൊക്കെ പണം? ഏതിനൊക്കെ? അവൻ മുത്തച്ഛനെ തുറച്ചു നോക്കി. നീ നോക്കി ദഹിപ്പിക്കണ്ട. ഞാനോ ശാരദയോ ഒന്നും തരുന്നില്ല. പിന്നെ പറമ്പിലെ ആദായം എടുത്താണെന്ന് പറയാൻ നമുക്കൊട്ട് വസ്തുവകകളുമില്ല ഇപ്പോൾ. എല്ലാം തൊലച്ചില്ലേ നിന്റെ തന്ത, ആ പരമദുഷ്ടന് വേണ്ടി? അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ചെറുതായി വിറച്ചു. എന്നാൽ മുത്തച്ഛൻ പോയി അയാളോട് അതിങ്ങോട്ട് തിരികെ തരാൻ പറയാം. വലിയ പണക്കാരനല്ലേ? കുട്ടനും വിറകൊണ്ടു. മാഷൊന്ന് കാറിത്തുപ്പി അകത്തേക്ക് നടന്നു. ഇനി നിന്നാൽ ഇവിടെയൊരു യുദ്ധം നടക്കും. കുട്ടൻ്റെ ചങ്ങാതി രവി ശാരദയോട് പറഞ്ഞു. മെക്കാനിസം പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഒരു ദിവസം കുട്ടൻ രവിയുടെ അച്ഛൻ്റെ വർക്ക്ഷോപ്പിൽ ചെന്നത്രേ. അച്ഛൻ ആദ്യമൊന്നും കൂട്ടാക്കിയില്ല. പിന്നെ പറയാമെന്ന് പറഞ്ഞു വിട്ടു. മറുപടി കിട്ടാതായപ്പോൾ എന്നെ വന്ന് കണ്ടു. ഞാനാണ് അവിടെ അച്ഛനോട് പറഞ്ഞു കൊണ്ടു ചേർത്തത്. പഠിക്കുന്നതോടൊപ്പം ചില ചില്ലറ പണികളും ചെയ്തു കൊടുക്കുന്നുണ്ടവൻ. ആ വഴിക്ക് കുറച്ച് ചില്ലറയൊക്കെ തടയുന്നുമുണ്ട്. അവൻ്റെ വട്ടച്ചിലവ് നടക്കുമല്ലോ. അതുകൊണ്ട് കുട്ടൻ്റെ അമ്മ തടയാൻ നിൽക്കണ്ട. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫീസിനത്തിലൊന്നും വാങ്ങണ്ട എന്ന്. ഇനി അഥവാ വിസയൊക്കെ കിട്ടാൻ കാലതാമസം വരുമെങ്കിൽ അതുവരെ അവനെ അവിടെ തുടരാം. സ്വന്തം കാര്യമെങ്കിലും അതുകൊണ്ട് നടന്നു പോകുമല്ലോ. എല്ലാ പണിയും അവൻ പെട്ടെന്ന് വശമാക്കുന്നുണ്ട്. പുറത്തേക്ക് പോകും മുമ്പ് എല്ലാ പണിയും പഠിച്ചെടുത്തോളും. അതിനുള്ള സാമർഥ്യവും ഉണ്ട് അവന്. കുട്ടനിപ്പോഴും കുടിക്കുമോ രവി? ഒരമ്മയുടെ ഉത്കണ്ഠ അടക്കാനാവാതെ ശാരദ ചോദിച്ചു പോയി. ഇല്ല കുട്ടൻ്റെ അമ്മേ, ആ കൂട്ടുകെട്ടൊക്കെ അവൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ആ അമ്മയ്ക്ക് അത് കേട്ടപ്പോൾ ഏറെ സമാധാനമായി. കാവ്യ മദിരാശിക്ക് മടങ്ങിപ്പോകും മുൻപ് ഇടയ്ക്കൊരു ദിവസം അവളും അമ്മയും കൂടി വീണ്ടും കുട്ടനെ കാണാൻ വന്നു. യാത്ര പറയുക എന്നത് കൂടിയായിരുന്നു ആഗമനോദ്ദേശം. പിന്നെ അമ്മയെ കുറേ കാലമായി ഗൾഫിലേക്ക് ചെല്ലാൻ മകനും മരുമകളും കൂടി നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. അമ്മ അങ്ങോട്ട് വാ വാ എന്ന്. കുറഞ്ഞൊരു അഭിമാനത്തോടെയും തികഞ്ഞ അഹന്തയോടുമാണ് അവതരിപ്പിച്ചത്. നേരെ ശാരദേ, പക്ഷേ എനിക്ക് അവിടുത്തെ കാലാവസ്ഥ പിടിക്കുമോയെന്നറിയില്ല. എന്തൊരു ഗർവാണിവർക്ക്. ശാരദയ്ക്ക് അവരുടെ സഹതാപമാണ് തോന്നിയത്.
കഴിഞ്ഞതെല്ലാം എത്ര പെട്ടെന്ന് നിസ്സാരമായവർ തള്ളിക്കളയുന്നു. വിവരക്കേടിൻ്റെ ആൾരൂപം. അല്ലെങ്കിൽ തൻ്റെ മുന്നിൽ നിന്നിങ്ങനെ വീമ്പിളക്കുമോ? ഞാൻ അവരുടെ മകൻ്റെ കെട്ടിയവളായിരുന്നു എന്നതുപോലും അവർ മറക്കുന്നു. കുറുപ്പ് മാഷാകട്ടെ കോപം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. മനസ്സ് കോളുകൊണ്ട കടൽ പോലെ പ്രക്ഷുബ്ധമായി. ആത്മസംഘർഷവും അരക്ഷിതാവസ്ഥയും നടമാടുന്ന കുറേ നിരാലംബ ജനങ്ങൾ താമസിക്കുന്ന ഈ വീട്ടിൽ വന്നു നിന്ന് പൊങ്ങച്ചം വിളമ്പാൻ ഇവർക്കൊരു ഉടുപ്പുമില്ലേ? മര്യാദ എന്നൊന്ന് ഈ പെണ്ണുപിള്ളയ്ക്കില്ലേ? അതേ, മനോനില വെച്ചുകൊണ്ട് തന്നെ കുറുപ്പ് മാഷ് പറഞ്ഞു. നിങ്ങൾ അവിടെ ചെല്ലുന്നെങ്കിൽ മകനോടൊന്ന് പറയുക, ഇവിടെ ഒരു പാവം പെണ്ണ് തീ തിന്ന് ജീവിച്ചു പോകുന്നുണ്ട്. അതൊന്ന് കെടുത്തിത്തരാൻ പറ്റുമോ അവനെ കൊണ്ടെന്ന് അതിൻ്റെ തന്ത ചോദിച്ചുവെന്ന്. ഇല്ലെങ്കിൽ അവൾക്ക് പറ്റിയ ഒരുത്തനെ കണ്ടുപിടിച്ച് അവൾക്കൊരു ജീവിതം കൊടുക്കാൻ കഴിയുമോ എന്ന്. അവളെ സ്നേഹിക്കുന്നവനായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സർവ്വ നിയന്ത്രണങ്ങളും ഇട്ട് അദ്ദേഹം ശബ്ദമുയർത്തി. ഇനിമേലിൽ ബന്ധുതയുടെ പേരും പറഞ്ഞ് ഇങ്ങോട്ടാരും വന്നേക്കണ്ട, കേട്ടല്ലോ? അവർ കുട്ടനെ കാണാനൊന്നും നിൽക്കാതെ വേഗം സ്ഥലം വിടാൻ തുനിഞ്ഞു. നിങ്ങൾക്ക് ഈ ജന്മം കുട്ടനെ കാണാൻ പറ്റില്ല. അതാ നിങ്ങളുടെ യോഗം, മാഷ് വീണ്ടും പറഞ്ഞു. അച്ഛാ, ശാരദ എന്തിനെന്നറിയാതെ വിളിച്ചു, ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ. ഒരു കുറ്റബോധവുമില്ലാത്ത പരീക്ഷകൾ. ഒരച്ഛൻ്റെ കടുത്ത നിസ്സഹായതയിൽ നിന്ന് പിറവികൊണ്ട വാക്കുകൾ മാഷ് പുറത്തേക്ക് ഛർദ്ദിച്ചു. നിന്നെ ചിരിക്കാതെയാണ് കുട്ടന് ഗൾഫിൽ നിന്ന് വിസ വന്നത്. ആരയച്ചു തന്നു? എവിടെ നിന്നാണ് അയച്ചത്? ജോലിക്കുള്ളതാണോ അതോ സന്ദർശകർക്കുള്ള വിസയോ? പണം എത്രയെങ്കിലും കൊടുത്തോ? ഒരുപാട് ചോദ്യങ്ങൾ ശാരദയുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നു. ഒരു വർക്ക്ഷോപ്പിൻ്റെ വിസയാണെന്ന് മാത്രമേ പിന്നീടും അറിയാൻ കഴിഞ്ഞുള്ളൂ. അതിനപ്പുറമൊന്നും രവിക്കും അറിയുമായിരുന്നില്ല. ഗൾഫിൽ ഏത് സ്ഥലത്തേക്കാണെന്നെങ്കിലും അറിയാൻ കഴിഞ്ഞോ രവി? ഇല്ലെന്നും അതെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് പറയാമെന്നും രവി ഏറ്റു. ദുബായിലേക്കാണെന്ന് 2 നാൾ കഴിഞ്ഞ് രവി പറയുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പിൻ്റെ മുന്നോടിയായി കുട്ടൻ ടൗണിൽ പോയി പെട്ടിയും മറ്റു ചില അത്യാവശ്യ സാധനങ്ങളുമൊക്കെ വാങ്ങി വന്നു. ടിക്കറ്റിന് പോലും അവൻ അമ്മയോടോ മുത്തച്ഛനോടോ പണമൊന്നും ആവശ്യപ്പെട്ടില്ല. അത് അവരെ ആശ്ചര്യപ്പെടുത്തി. അല്ലേലും ചോദിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എവിടെ നിന്നെടുത്ത് കൊടുക്കുമായിരുന്നു എന്നെല്ലാം നിരാശയോടെ ശാരദ ഓർത്തു. വീണ്ടും 1 മാസം കഴിഞ്ഞ് പെട്ടിയെല്ലാം അടുക്കി പെറുക്കി വയ്ക്കുമ്പോഴാണ് ചിൽ എന്നൊരു ശബ്ദം. എന്തോ നിലത്തേക്ക് വീണ പോലെ ശാരദ കേട്ടത്. നോക്കുമ്പോഴുണ്ട് ഒരു പേന കത്തി മടക്കി വയ്ക്കാവുന്നത്. ഇതെങ്ങനെ ഇവിടെ വന്നു? സംശയം തീർക്കാൻ വേണ്ടി കുട്ടനോട് തിരക്കി. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇരിക്കട്ടെ, ആവശ്യം വരും. നിലത്ത് നിന്ന് കുനിഞ്ഞെടുക്കുന്നതിനിടയിൽ നിസ്സാരമായി അവൻ പറഞ്ഞു. നീ എന്തിനാ അത് പെട്ടിയിൽ വയ്ക്കുന്നത്? ഇതും അങ്ങോട്ട് കടത്താമെന്നാണോ വിചാരം? ഈ മാരകായുധം? അതിനു പിന്നിലെ ഗൂഢോദ്ദേശം പിടികിട്ടിയെന്ന വാക്കുകളിൽ നിന്ന് ഊഹിക്കാമായിരുന്നു. കടക്കുന്നെങ്കിൽ കടക്കട്ടെ, അല്ലെങ്കിൽ അവിടുന്ന് വാങ്ങാം. വളരെ ഗൗരവത്തോടെ തന്നെ അവൻ പറഞ്ഞു. ഓഹോ, ഇതൊക്കെയായി യാത്ര ചെയ്യുന്നവരെ വെറുതെ അങ്ങ് വിടുമെന്നാണോ? പിടിച്ചോട്ടെ, പിടിച്ചകത്തിരുന്നതിലിട്ടോട്ടെ, ആർക്ക ഛേദം. നീ എന്നെ തീ തിരിച്ചടങ്ങുമല്ലേ അരുൺ? സങ്കടം സഹിക്കാനായില്ല ആ പെറ്റമ്മയ്ക്ക്. കുട്ടൻ യാത്രയാകുന്ന ദിവസം ശാരദ ആകെ വിഷണ്ണയായും ചിന്താധീനായും പരവശയായും കാണപ്പെട്ടു. ആദ്യമായി മകൻ തൻ്റെ സമീപത്ത് നിന്ന് അകലാൻ പോകുന്നു. എന്തൊക്കെയോ വിവിധ ചിന്തകൾ അവളെ ഭരിക്കുന്നുണ്ടായിരുന്നു. ഭയമോ ദുഃഖമോ ഉത്കണ്ഠയോ ആകെ കൂടി അപഗ്രഥിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. വരാൻ പോകുന്ന ഏതോ വിപത്തിൻ്റെ മുന്നോടിയെന്നോണം മനസ്സാകെ കലങ്ങി മറിയുന്നു. യാത്ര പറയാൻ നിൽക്കുന്ന മകൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ശാരദയ്ക്ക് നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നി. ആകെയുള്ള ഒരേ ഒരാൺതരി, തങ്ങൾക്ക് താങ്ങും തണലുമാകേണ്ടവൻ പോകുന്നത് സഹിക്കാം. പക്ഷേ അത് ആപത്തിലേക്കാണെങ്കിലോ? ഇപ്പോഴും തങ്ങളോടൊരു അനുഭാവം വെച്ച് പുലർത്തുന്നില്ല. ഈ അന്യതാബോധം വെടിഞ്ഞ് മമതയോടെ യാത്ര പറഞ്ഞു പോയിരുന്നെങ്കിൽ ഭാവിയിലും അവൻ്റെ സഹകരണം പ്രതീക്ഷിക്കാമായിരുന്നു. സാവധാനം പലതും പറഞ്ഞ് മനസ്സിലാക്കിക്കാമായിരുന്നു. അവനെ മനസ്സിലാക്കി കൊടുത്ത് നേർവഴിക്ക് കൊണ്ടുവരാമായിരുന്നു. സ്നേഹത്തിൻ്റെ മൂല്യം അറിയിച്ചു കൊടുക്കാമായിരുന്നു. മോനെ, ശാരദ വളരെ കാലങ്ങൾ കൂടി മകനെ അങ്ങനെ വിളിച്ചു. എത്തിയാൽ ഉടനെ വിവരം അറിയിക്കണേ, അവർ കണ്ണീരോടെ മകനോട് അപേക്ഷിച്ചു. നോക്കാം. ആ മറുപടിയിൽ ഹൃദയത്തിൻ്റെ കോണിലെവിടെയോ അലിവിൻ്റെ ആർദ്രത തൊട്ടറിഞ്ഞു അവൾ. മതി, അത്രയെങ്കിലും മതി. പുറം കൈക്കൊണ്ട് കണ്ണുനീർ തൂത്തു ശാരദ. നിറഞ്ഞു തുളുമ്പിയ മിഴികളോടെ തന്നെ നോക്കി നിൽക്കുന്ന മുത്തച്ഛന് നേർക്ക് അവൻ മിഴികൾ പായിച്ചു. എന്നിട്ട് ആരോടും യാത്ര പറയാൻ നിൽക്കാതെ ഇറങ്ങി നടന്നു. യാത്രയാക്കാൻ രവിയെയല്ലാതെ മറ്റാരെയും കൂടെ കൂട്ടിയില്ല. കുട്ടനെ പറ്റിയുള്ള അനിശ്ചിതത്വവും അരക്ഷിതത്വവും നിറഞ്ഞ ചിന്താഭാരം സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു രാഘവ് കുറുപ്പിൻ്റെ ഹൃദയത്തിലപ്പോൾ. അങ്ങകലെ മറയും വരെ ശാരദ ഇമവെട്ടാതെ അവനെയും നോക്കി പഠിക്കൽ നിലയുറപ്പിച്ചു. അവൻ അവൻ്റെ മരിച്ചുപോയ മുത്തച്ഛൻ്റെ, കുമാരേട്ടൻ്റെ അച്ഛൻ്റെ ഛായയാണെന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നത് ശാരദയോർത്തു. അവർ ബന്ധുക്കളായിരുന്നുവല്ലോ. മകനോടുള്ള വാത്സല്യം ചുരുത്തുകയായിരുന്നു ആ അമ്മയുടെ നെഞ്ചിനുള്ളിൽ. അവൻ ദൃഷ്ടിയിൽ നിന്ന് മറയുന്നതുവരെ അവൾ അവിടെ തന്നെ നിന്നു പ്രാർത്ഥനയോടെ. ആദ്യ വിമാനയാത്ര. ഭീമാകാരനായ ഒരു പക്ഷിയുടെ വയറിനുള്ളിലേക്ക് കയറുന്ന പ്രതീതി. കുട്ടൻ അതൊരു പുതിയ അനുഭവമായിരുന്നു.
ഒരു ഗരുഡനെ പോലെ അവൻ ആകാശവിതാനത്തിലേക്ക് ഉയർന്നപ്പോൾ തെല്ലും ഭയം തോന്നിയില്ല. ജീവിതം വെറുത്തവൻ എന്തു മരണഭയം. പക്ഷേ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് സുന്ദരിയായ എയർ ഹോസ്റ്റസ് വിവരിച്ചു തരുന്നത് കണ്ടപ്പോൾ അല്പമൊരു വിഹുലത തോന്നാതെയുമിരുന്നില്ല. ഒരു അയൽ സീറ്റായിരുന്നു കുട്ടന് കിട്ടിയത്. ഇടനാഴിക്കപ്പുറം തൊട്ടടുത്ത സീറ്റിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്കായിരുന്നു. അവർക്ക് വിമാനയാത്ര സുപരിചിതമാണെന്ന് ഓരോ ചലനങ്ങളും സൂചിപ്പിച്ചു. ഒരു വേള അവൻ സീറ്റ് ബെൽറ്റ് മുറുക്കുവാൻ സാഹസപ്പെടുന്നത് കണ്ട് അവർ തിരിഞ്ഞു നോക്കി. മിന്നായം പോലെ തെന്നി മാഞ്ഞ ആ മുഖം താൻ എവിടെയോ കണ്ടുമറന്ന യുവത്വം തുടിക്കുന്ന ഒരു മുഖവുമായി നല്ല സാദൃശ്യം തോന്നി കുട്ടന്. എവിടെയാണെന്ന് ഓർത്തെടുക്കാൻ എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. ഒരു പക്ഷേ ഇവരുടെ മകളെയാകുമോ താൻ കണ്ടത്? അങ്ങനെയാണെങ്കിൽ തൻ്റെ നാട്ടുകാരി തന്നെയാവാം. ചിലപ്പോൾ ആ നിഗമനം ശരിയായിക്കൊള്ളണമെന്നില്ല. ഒരാളെപ്പോലെ ലോകത്തിൽ 7 പേരുണ്ടെന്നല്ലേ വയ്പ്. പോട്ടെ, എല്ലാം വെറുതെ തോന്നുന്നതാവും. പുറത്തെ കാഴ്ചകളിലേക്ക് മുഖം തിരിച്ചു. ഉരുണ്ടുരുണ്ടു നീങ്ങുന്ന പഞ്ഞിക്കെട്ടുകൾ പോലെ വെളുത്ത മേഘങ്ങൾ വാഹനത്തിനു സമാന്തരമായി കാണാം. താഴെ നീലനിറത്തിൽ നിശ്ചലമായ കടൽ. ഇടയ്ക്കൊക്കെ പഞ്ഞിത്തുണ്ടുകൾ കെട്ടഴിഞ്ഞു പാറിപ്പറക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ പടിഞ്ഞാറെ ചക്രവാളം ചുവന്നു തൊടുത്തു. ഓറഞ്ചും ചുവപ്പും ഊതവർണ്ണവും കൂടി അങ്ങു വാരുണിയിൽ നീലരേഖയിൽ സംഗമിക്കുന്ന നയനാനന്ദകരമായ കാഴ്ച. ഒരു ചിത്രകാരൻ്റെ വിശാലമായ ക്യാൻവാസിൽ വരച്ചിട്ട ഛായാചിത്രം പോലെ അതിമനോഹരം. രാത്രിയുടെ വരവോടെ എല്ലാം അവ്യക്തമായി. കാഴ്ചയിൽ ഇരുട്ടു മാത്രം നിറഞ്ഞു. ഇടയ്ക്ക് ആ സ്ത്രീ ഒന്ന് തിരിഞ്ഞു നോക്കി വെറുതെ പുഞ്ചിരിച്ചു. ആ ചിരി ഏതോ ഭൂതകാല സ്മരണകൾ ഉയർത്തുന്നതായിരുന്നു. പക്ഷേ ഇവരെയല്ല താൻ കണ്ടിട്ടുള്ളതെന്ന് വ്യക്തം. പരിചയപ്പെട്ടാലോ എന്നൊരു നിമിഷം ചിന്തിച്ചു. എവിടെ വെച്ചാണ് അവരെ പരിചയപ്പെട്ടത് എന്നെങ്കിലും അറിയാമായിരുന്നു. എങ്ങനെയാണെന്നോ തുടങ്ങി വായിക്കുക. ആകെ ഒരു തിക്കുമുട്ടൽ. ചേച്ചിയുടെ പേരെന്താ എന്നോ? അയ്യേ, അവൻ തല കുടഞ്ഞു. പേരറിഞ്ഞിട്ട് എന്ത് കാര്യം? മാഡത്തിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചാലോ? താൻ എന്തൊരു മണ്ടൻ. അതറിഞ്ഞാൽ ആളെ പിടികിട്ടുമോ? വരട്ടെ, കുറച്ച് കഴിയട്ടെ. ഒന്നും ചാടിക്കയറി വേണ്ട. പക്ഷേ യാത്ര അവസാനിക്കും വരെ ഒരു തുടക്കക്കാരൻ്റെ പരിഭ്രമം ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടാവാം കുട്ടനൊന്നിനും തരപ്പെട്ടില്ല. നമ്മൾ എത്താറായി എന്ന പൈലറ്റിൻ്റെ അറിയിപ്പ് വന്നു. ദുബായ് എന്ന സ്വപ്നഭൂമിയിൽ താനിതാ കാലുകുത്താൻ പോകുന്നു എന്ന ചിന്ത അവനെ പുളകമണിയിച്ചു. ഹർഷോന്മാദത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ ഹൃദയം മിടിച്ചു. സീറ്റ് ബെൽറ്റ് മുറുക്കി പുറത്തേക്ക് തന്നെ മിഴുന്നിട്ടിരുന്നു. അടുത്തുള്ള യാത്രക്കാരി ഇതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. അവർക്കിതൊന്നും പുത്തരിയല്ല എന്ന് സ്പഷ്ടം. എയർപോർട്ടിനടുക്കും തോറും കണ്ട പുറം കാഴ്ചകൾ കണ്ണിന് ഉത്സവലഹരി തരുന്നതായിരുന്നു. സമയം അർദ്ധരാത്രിയോടടുക്കുന്നു. എങ്കിലും തെളിഞ്ഞ പകലിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നു. കണ്ണും കരളും ഒരുപോലെ കവരുന്ന കൗതുകകരമായ കാഴ്ച മനസ്സിനെ ഒരു തൂവൽ സ്പർശം പോലെ തഴുകിക്കടന്നുപോയി. അഭൂതപൂർവമായ ദൃശ്യം കണ്ണിലെ കരിവാഴ്ച കനൽ ചിന്തകളിൽ പനിനീർ തളിക്കുന്ന സുഖം പകർന്നു. ആകാശത്ത് നക്ഷത്രങ്ങളെന്ന പോലെ ഭൂമിയിലെ നക്ഷത്രങ്ങൾ ചിതറിക്കിടക്കുന്നു. റോഡുകളെല്ലാം വളഞ്ഞും പൊളഞ്ഞും ഇഴഞ്ഞു നീങ്ങുന്ന സ്വർണ്ണച്ചിറകുള്ള നാഗങ്ങളെപ്പോലെ തോന്നിച്ചു. ചില കാൽപ്പനിക കഥകളിലെ പോലെ അവ അനായാസം കെട്ടിപ്പുണരുകയും തൽക്ഷണം അഴിയുകയും ചെയ്യുന്നുണ്ടോ? ഒരു മൃഗതൃഷ്ണ. അടുക്കടുക്കായി നീങ്ങുന്ന വാഹനങ്ങളോ അവയുടെ ശൽക്കങ്ങളായി തോന്നുന്നത്? എന്തായാലും നല്ല ഭംഗി. വിമാനം ഭൂമിയോടടുക്കും തോറും കാഴ്ചകൾ വ്യക്തമായി കൊണ്ടിരുന്നു. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതോ എന്നായിരുന്നു സംശയം. വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നു. സൂര്യനെ വെല്ലുന്ന പ്രകാശധാര എവിടെയും. മനസ്സ് കുതിച്ചു തുള്ളി. ഇത് ശരിക്കും സ്വർഗം തന്നെ. അത്രമേൽ ദൃശ്യവിസ്മയമൊരുക്കി സ്വീകരിച്ചു ഈ ഭൂമി യവനെ. വിമാനം ആയത്തിൽ ചെന്ന് നിലത്തി അടിച്ചിറങ്ങിയപ്പോൾ അവനൊന്ന് ഞെട്ടി. വിമാനം റൺവേയിൽ കൂടി ഓടാൻ തുടങ്ങി. എയർപോർട്ടിൽ കൂട്ടുകാരൻ മധു വിളിച്ചു പറഞ്ഞതനുസരിച്ച് അവൻ്റെ മാമൻ കാത്തു നിന്നിരുന്നു കുട്ടനെ കൂട്ടിക്കൊണ്ടു പോവാൻ. ഇനി ഉറങ്ങാൻ അധികം സമയമൊന്നുമില്ല. എന്നാലും വീട്ടിൽ വന്ന് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കാലത്ത് ജോലി സ്ഥലത്തേക്ക് പോകാം. ഡിന്നർ ഫ്ലൈറ്റിൽ കിട്ടി കാണുമല്ലോ അരുണിന്, അല്ലേ? അദ്ദേഹം ചോദിച്ചു. വിശക്കുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. വീട്ടിലാരുമില്ല. വൈഫും കുഞ്ഞും നാട്ടിലാണ്. വേണ്ട, ഫ്ലൈറ്റിൽ കിട്ടി, അവൻ പറഞ്ഞു. കഥ തുടരും.